മാതാജി ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്കിന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ എന്താ പറയാ 3ാമത്തെ ക്ലാസ് ആണ്. അപ്പോ ഇന്ന് നമ്മള് ഈ പുതിയതായിട്ട് എന്ന് പറഞ്ഞാല് ചൈതന്യ ചരിതാമൃതം നമ്മൾ ആരും അധികം വായിച്ചിട്ടില്ലാത്ത ഒരു ഗ്രന്ഥമാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കണം എന്ന് കഥാമൃത പ്രഭു പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അതിന് ഒരു എന്താ പറയാ അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വഞ്ചകൽപതരുപേക്ഷ്യ കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സകഗണ രഘുനാഥാന്യുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണചൈതന്യദേവം രാധാകൃഷ്ണപദാൻ സകഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമുക്ക് ചൈതന്യ ചരിതാമൃതം ത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ തൻ്റെ കൃഷ്ണലീലയിൽ വൃന്ദാവനവാസികൾ, പ്രത്യേകിച്ച് രാധാറാണിയും വ്രജവാസികളും തന്നെ എത്രത്തോളം സ്നേഹിച്ചു അല്ലെങ്കിൽ പ്രേമിച്ചു, അവർ തന്നിലെ വേർപാട് അവർക്ക് അല്ലെങ്കിൽ തന്നിലെ വിരഹം അവർക്ക് എന്തുമാത്രം എത്രത്തോളം വേദനയും വിഷമം ഉണ്ടാക്കി. അപ്പോൾ ആ വേദനയിൽ പോലും അവർ വല്ലാത്ത ഒരു ആത്മീയമായ ആനന്ദം അനുഭവിച്ചിരുന്നു. അപ്പൊ അത് എന്തായിരിക്കും എന്നറിയാനുള്ള ഭഗവാന്റേതായ സ്വയം ഉണ്ടായ ഒരു ആഗ്രഹം. അങ്ങനെ രാധാറാണിയുടെ എന്താ പറയാ വർണ്ണത്തിലും രാധാറാണിയുടെ ഭാവത്തിലും, രാധാറാണി സ്വർണ്ണ കളറാണ്, അതേ വർണ്ണത്തിലും രാധാറാണിയുടെ ഭാവത്തിലുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കും. പിന്നെ ഇത് കൂടാതെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഭഗവത്ഗീത എല്ലാം ഭഗവാൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഉപദേശിച്ചു തന്നു. പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ കുറെ പേര് ഈ ഭക്തിയും അല്ലെങ്കിൽ ഈ വേദശാസ്ത്രങ്ങളെല്ലാം ഫോളോ ചെയ്തിരുന്നു. പിന്നെ അത് ക്രമേണ ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടായി. ആൾക്കാർ ഭൗതികതയിൽ ഭ്രമിച്ച് ആധ്യാത്മികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയി. അപ്പോൾ താൻ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടും ഭഗവത്ഗീതയിലൂടെ ഒരാൾക്ക് തിരിച്ച് തൻ്റെ ഭവനത്തിൽ, തൻ്റെ യഥാർത്ഥ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം നൽകിയിട്ടും അതിനെ പൂർണ്ണമായ രീതിയിൽ എടുക്കാത്ത ലോകർക്ക് വീണ്ടും താൻ ഉപദേശിച്ച ഭഗവത്ഗീത എങ്ങനെ പ്രാവർത്തികമാക്കണം, അത് ഭക്തിയിലൂടെ അത് എങ്ങനെ സാധ്യമാക്കണമെന്ന് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന് ഭഗവാൻ കൃഷ്ണൻ അത് നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ ഭക്തരൂപേണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് കൂടിയാണ് ചൈതന്യ മഹാപ്രഭു. പിന്നെ വേറൊരു കാരണം, കലിയുഗത്തിന്റെ ആരംഭത്തില് ശാക്തേയമായ പൂജകൾ എന്ന് പറഞ്ഞാൽ ദേവി പൂജ, ഭദ്രകാളി പൂജകള് പ്രത്യേകിച്ച് ബംഗാൾ അടക്കം ഉള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വളരെ കൂടുതലുണ്ടായിരുന്നു. അതില് വാമാചാരം തുടങ്ങിയുള്ള ഒരു പ്രത്യേക പൂജാവിധികളൊക്കെ ഉണ്ട്. അത് ഈ മദ്യം, മാംസം, ഈ മൃഗങ്ങളെയൊക്കെ ബലിയർപ്പിക്കുന്ന ഒരു ക്രൂരമായ ആരാധന അന്നുണ്ടായിരുന്നു, അക്കാലത്തുണ്ടായിരുന്നു. കേരളത്തിലും അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ മാറിയിട്ടുണ്ട്. എങ്കിലും ഈ എന്താ പറയാ ചില സ്ഥലങ്ങളിലെല്ലാം, മലപ്പുറത്ത് തന്നെ ഒരു ക്ഷേത്രത്തില്, ദേവിയുടെ ക്ഷേത്രത്തില് ആയിരക്കണക്കിന് കോഴിയെ
ഇങ്ങനെ വെട്ടി കോഴിയുടെ രക്തം ആ ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഭൂമാനന്ദ സരസ്വതി പോലെയുള്ള ആൾക്കാർ അതിനെതിരെ കോടതിയിലൊക്കെ പോയി കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിലുള്ള നിരപരാധികളായ ജീവികളെ ഈശ്വരന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒക്കെ പേരിൽ ഒരിക്കലും ദേവി അത് പറഞ്ഞിട്ടേ ഇല്ല. അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ ജഡഭരതന്റെ കഥയാണ്. അതില് ഈ പറയുന്നത് പോലെ കാളിക്ക് ജഡഭരതനെ കാട്ടുജാതിക്കാരായിട്ടുള്ള ആൾക്കാര് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ജഡഭരതനെ കാളിക്ക് ബലി അർപ്പിക്കാൻ പോകുന്ന സമയത്ത് ഭദ്രകാളി ആ വിഗ്രഹത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് ചാടി ആ കർമ്മികളുടെ പരികർമ്മികളുടെയൊക്കെ കഴുത്ത് കണ്ടിച്ച് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് ഭാഗവതത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന നിരപരാധികളായ ജീവികളെ, പശു ആയിക്കോട്ടെ, കാളയായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, ഇതിനെയൊക്കെ ഒരു ഭക്തിയുടെ പേരിൽ കൊന്നു തള്ളുന്നത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ പക്ഷെ അത് ആ കാലങ്ങളിൽ 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലങ്ങളിൽ ഈ ബംഗാളിലൊക്കെ സാർവത്രികമായിരുന്നു. അത് കണ്ട് സഹിക്കാനാകാതെ അദ്വൈത ആചാര്യരെന്ന് മഹാവിഷ്ണുവിന്റെയും മഹാദേവിന്റെയും കൂടെ അംശമായിട്ടുള്ള പരമഭക്തനായിട്ടുള്ള അദ്വൈതാചാര്യർക്ക് ഇത് കണ്ട് സഹിക്കാനാകാതെ എന്നും ഗംഗാതീർത്ഥത്താലും തുളസീദളത്താലും ഭഗവാന്റെ സാളഗ്രാമത്തിന്റെ മുന്നിൽ പൂജ ചെയ്ത് അർച്ചന ചെയ്തിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഭഗവാനെ അങ്ങ് എത്രയും വേഗം ഈ ഭൂമിയിൽ അവതരിച്ച് ഈ കൊടും ക്രൂരതകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ മാറ്റി അവരെ തിരിച്ച് കലിയുഗധർമ്മം ആചരിപ്പിച്ച് അവരെ തിരികെ അങ്ങ് ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ നയിക്കാനായിട്ട് അങ്ങ് ഈ ഭൂമിയിൽ അവതരിക്കണമേ എന്ന് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രാർത്ഥന സന്തുഷ്ടനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചതായാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോൾ അങ്ങനെയും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, ഭാരതം മുഴുവൻ ആ കാലങ്ങളിലെല്ലാം മുഗൾ ഭരണം വന്ന് മൂടി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അക്രമങ്ങളും അരാജകത്വങ്ങളും മതപരിവർത്തനങ്ങളും ഒക്കെ നടത്തി ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് ഈ സനാതന ധർമ്മത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ആ കാലത്ത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല എവിടെയെല്ലാം അവരുടെ ഭരണമുണ്ട് അവിടെയെല്ലാം ക്ഷേത്രദംശനവും മതപരിവർത്തനവും അവരുടെ മതത്തിലേക്ക് വരുന്നവർക്ക് ഒരു പ്രത്യേക പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും ആനുകൂല്യങ്ങളെല്ലാം നൽകുകയും മറ്റുള്ളവർക്ക് എന്താ പറയാ ജസിയ പോലെയുള്ള നികുതികൾ പോലും നടപ്പാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്രൂരമായ അവരുടെ എന്താ പറയാ ഭരണത്തിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ അലയുകയായിരുന്നു. ശരിക്കും ആ സമയത്ത് അവര് യഥാർത്ഥ സ്വന്തം ധർമ്മം പോലും മറന്നുകൊണ്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ചൈതന്യ മഹാപ്രഭു ആ സനാതന ധർമ്മത്തിന് വീണ്ടും എന്താ പറയാ ഏറ്റെടുക്കാനും അതിന്റെ കലിയുഗ ധർമ്മത്തെ പ്രചരിപ്പിക്കാനും വേണ്ടി അവതരിച്ചതായിട്ടും പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ വരവ് കൃഷ്ണൻ ഭൂമിയിലേക്ക് വരുന്നതിന് കാരണമായി തീർന്നത്. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെങ്കിലും ഒരാള് ഈശ്വരൻ അല്ലെങ്കിൽ ഒരു അവതാരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചോദ്യം ഉള്ളിൽ നിന്നുണ്ടാവും, ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരാളെ അവതാരമായിട്ടോ ഈശ്വരനായിട്ടോ പരിഗണിക്കാൻ വയ്യ തന്നെയാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ, മഹാഭാരതത്തിൽ 18 പുരാണങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതില് ധാരാളം നമുക്ക് തന്നെ അതിശയിച്ചു പോകും. നമ്മൾ ഇത്രയും കാലം നമ്മൾ ഈ അവതാരത്തെ കുറിച്ച് അറിഞ്ഞില്ലല്ലോ. ഇത്രയും ഗ്രന്ഥങ്ങളിലെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള ഭഗവാനെ
നമുക്ക് എന്തുകൊണ്ട് ഇത്രയും കാലം മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം പോലും നമുക്കുണ്ടാവും. അത് നമുക്ക് ഉപനിഷത്തുകളിലുണ്ട് ബ്രഹ്മരഹസ്യം, തത്രൈവ, ജീവഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങളിലെ ബ്രഹ്മപുരാണം, പത്മപുരാണം, പിന്നെന്താണ് ദേവീപുരാണം, ഗരുഡപുരാണം, കൂർമ്മപുരാണം, ശിവപുരാണം, നരസിംഹപുരാണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം, ഇങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളിലും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. നമുക്ക് കുറച്ച് എല്ലാം പറയാൻ സമയമില്ല, എങ്കിലും കുറച്ച് ഈ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ബ്രഹ്മരഹസ്യം എന്ന് പറയുന്ന അതിൽ പറയുന്ന സംസ്കൃത ശ്ലോകം, ശ്രീകൃഷ്ണ ചൈതന്യ ഇതി നാമ മുഖ്യാത്മം പ്രഭു കേലായ സകൃതാചാര സരബ്രാനം ഫലം ലഭതേ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, പ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ എന്ന നാമത്തെ നിരന്തരം ജപിക്കുന്നവർക്ക് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നു. അത് നാമം എങ്ങനെ ആ കൃഷ്ണ ചൈതന്യ ആ നാമം എങ്ങനെ ജപിച്ചാലും ആ ഫലം കിട്ടും എന്ന് പറയുന്നത്. അതുപോലെ തത്രൈവ എന്ന് പറയുന്ന വേദാന്തത്തിൽ ഒരു ഭാഗത്തിൽ പറയുന്നു, ഭക്തി യോഗ പ്രകാശായ ലോകസ്യാനുഗ്രഹ സന്യാസാശ്രമശ്രിത്വ ശ്രീകൃഷ്ണ ചൈതന്യ നാമദൃക്. ഈ ലോകത്തിന് പ്രകാശം നൽകുവാനും അനുഗ്രഹം വാരിക്കോരി നൽകാനും സന്യാസാശ്രമത്തെ സ്വീകരിച്ച ശ്രീകൃഷ്ണ ചൈതന്യൻ എന്ന പേരുള്ള ഒരു പുണ്യവാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചാന്തോക്യോപനിഷത്തിൽ പറയുന്നു, വൈരാഗ്യ വിദ്യ നിജഭക്തി യോഗ ശിശാർദ്ധമേക പുരുഷം പുരാണ ശ്രീകൃഷ്ണ ചൈതന്യ ശരീരധാരി കൃപാംബുതിർ യസ്തമാം പ്രപദ്യേ. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി മുതലായ ഗുണങ്ങളോട് കൂടിയവനും പുണ്യപുരുഷനും കൃപാസമുദ്രവും ശ്രീകൃഷ്ണ ചൈതന്യൻ എന്ന നാമധാരിയുമായ അദ്ദേഹത്തെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയാം. അവിടെ ചാന്തോക്യോപനിഷത്തിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നു, കലാനഷ്ടം ഭക്തിയോഗം നിജം യാ പ്രാദുഷ്കൃത കൃഷ്ണ ചൈതന്യ നാമ ആവിർഭൂത തസ്യ പാദാരവിന്ദേ ഗാധം ഗാധം ലിയതം ചിത്തഭൃംഗം. ഭക്തിയോഗത്തെ തൻ്റെ ജീവനാക്കിയും ചൈതന്യൻ എന്ന പേരോടുകൂടി ജന്മം കൊണ്ട ആ മഹാത്മാവിന്റെ പാതാരബന്ധങ്ങളിൽ എൻ്റെ മനസ്സാകുന്ന വണ്ട് എപ്പോഴും പറ്റിച്ചേർന്നിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയായിട്ട് ചാന്തോക്യോപനിഷത്തിൽ മറ്റൊരിടത്ത് പറയുന്നു. ജീവ ഗോസ്വാമി അദ്ദേഹം എഴുതിയ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു, അന്തർകൃഷ്ണ ബഹിർ ഗൗര ദർശിതം അങ്കാതി വൈഭവം കലോ സങ്കീർത്തദൈസ്മ ചൈതന്യമാശ്രിത എന്ന് പറഞ്ഞാൽ അകമേ കൃഷ്ണനും പുറമേ ഗൗരാംഗനും ആയി കാണപ്പെട്ടവനും കലികാലത്ത് നാമസങ്കീർത്തനത്തെ ഉദ്ഘോഷിക്കുകയും ചെയ്ത ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു. ഇനി ബ്രഹ്മപുരാണത്തിൽ പറയുന്നു, കലോ പ്രഥമ സന്ധ്യായാം ലക്ഷ്മീകാന്തോ ഭവിഷ്യതി ദാരു ബ്രഹ്മ സമീപസ്ഥ സന്യാസി ഗൗരവിഗ്രഹ. കലികാലത്തിന്റെ ആദ്യ സന്ധിയിൽ ലക്ഷ്മീപതിയായ ഭഗവാൻ ദാരുബ്രഹ്മ സമീപത്ത് സന്യാസ ആശ്രമത്തിൽ കഴിയുന്ന ഗൗരവിഗ്രഹമായി ദർശിക്കാനാകും എന്ന് പറയുന്നു. ഇനി പത്മപുരാണത്തിൽ പറയുന്നു, കലോ പ്രഥമ സന്ധ്യായ ഗൗരാംഗോഹം മഹീതലേ ഭഗീരഥീ തടേ രമ്യേ ഭവിഷ്യാമി സനാതന. കലിയുഗത്തിന്റെ ആദ്യ സന്ധിയിൽ സനാതനനായ ഞാൻ ഗംഗാ നദിയുടെ തീരത്ത് ഗൗരാംഗനായി ജനിക്കും എന്ന് ഭഗവാൻ തന്നെ പറയുന്നതായിട്ട് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ഇനി ദേവി പുരാണം നോക്കിക്കഴിഞ്ഞാൽ അതില് കരിഷ്യതി കലേ സന്ധ്യായാം ഭഗവാൻ ഭൂതസ്ഭാവന ദ്വിജാതീനാം കുലേ ജന്മ സന്ധാനാം പുരുഷോത്തമ. കലികാലത്തിന്റെ ആദ്യ സന്ധിയിൽ ഭൂതഭാവന അല്ലെങ്കിൽ ജീവാത്മാക്കളെ രക്ഷിക്കാനായി ബ്രാഹ്മണരുടെ കുലത്തിൽ പുരുഷോത്തമനായ ഭഗവാൻ ജനിക്കും എന്ന് ദേവി പുരാണത്തിൽ പറയുന്നു. ഗരുഡപുരാണം നമുക്കറിയാമല്ലോ, മരണാനന്തര കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ ഒരു ശരീരസ്ഥനായ ഒരു മനുഷ്യന്റെ, മൃഗങ്ങൾക്ക് അത് ബാധകമല്ല, മനുഷ്യന് മാത്രമാണ് ഈ പറയുന്ന എന്താ പറയാ പുണ്യഭാവങ്ങളും സ്വർഗലോകങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം ഒരു മനുഷ്യന്റെ ആത്മാവിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ആത്മാവിന്റെ യാത്രകൾ, സ്വീകരിക്കുന്ന ശരീരങ്ങൾ, പിന്നെ എന്താണ്, പുണ്യവാന്മാർ എവിടെ പോകും, പാപികൾ എവിടെ പോകും, ഭക്തന്മാർ എവിടെ പോകും, ഈ നരകത്തിൽ എത്ര തരം ശിക്ഷകളുണ്ട്, എത്ര തരം നരകങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ ശരീരം നരകത്തിൽ ഏത് ശരീരം കിട്ടും, അത് കഴിഞ്ഞിട്ട് ആ ശരീരത്തിൽ നിന്ന് പിന്നെ ഏത് ശരീരം കിട്ടും, പിതൃക്കളുടെ ലോകത്തേക്ക് പിന്നെ എപ്പോൾ പോകും, അത് കഴിഞ്ഞ് വീണ്ടും ശരീരം സ്വീകരിക്കുന്ന, അങ്ങനെ പിന്നെ പിണ്ടോദക ക്രിയകള്,
എന്താ അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഗരുഡപുരാണം. അതില് ആ ഗരുഡപുരാണത്തിലും ഭഗവാൻ ഗൗരാംഗനെ കുറിച്ച് പറയുന്നുണ്ട്. ശുദ്ധ ഗൗര സുധീരാംഗോ ഗംഗാതീര സമുദ്ഭവ ദയാലു കീർത്തനഗ്രാഹി ഭവിഷ്യാമി കലിയുഗേ. കലിയുഗത്തിൽ ഗംഗാതീരത്ത് വർണ്ണത്തോടും ഉറച്ച ശരീരാംഗങ്ങളോടും കൂടിയവനും ദയാലുവും കീർത്തനപ്രിയനുമായി ഞാൻ ജനിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി കൂർവപുരാണം നോക്കിയാലോ. കൂർവപുരാണത്തില് കലീന ദർജമാനാന ഉദ്ധരായ ധനുർമത ജന്മപ്രഥമ സന്ധ്യായാം കരിഷ്യാമി ദ്വിജത്തിഷ്ഠ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാല് കലിയുഗത്തിൽ അധപ്പതിച്ചവരുടെയും പാപികളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഉദ്ധാരകനായി ബ്രാഹ്മണ കുലത്തിൽ ഞാൻ അവതരിക്കും എന്ന് പറയുന്നു. ശിവപുരാണം നോക്കിക്കഴിഞ്ഞാല് ശിവപുരാണത്തിൽ പറയുന്നത് ദ്വിജഭൂവി ജയാന്ധാം ഭക്തിരൂപേ കലോ കലോ സങ്കീർത്തനാരംഭേ ഭവിഷ്യാമി ശജിസുത. കലിയുഗത്തിൽ ഭഗവത് നാമ സങ്കീർത്തനം ഭൂമിയിൽ പടർത്താൻ ഭക്തരൂപത്തിൽ സജിസുതനായി ഞാൻ അവതരിക്കും എന്ന് പറയുന്നു. ഇനി വാമന പുരാണം നോക്കിക്കഴിഞ്ഞാല് കലിഘോര തമശ്ചന്ന സർവനാചാര വർജിതാൻ സജിഗർഭേജ സംഭൂയ തന്നെ ഇഷ്യാമി നാരദ. അജ്ഞാന അന്ധകാരത്തിൽ സർവ അനാചാരങ്ങളിലും മൂടപ്പെട്ട ഘോരമായ കലിയുഗത്തിൽ അല്ലയോ നാരദ, ആചാരഹീനരായ ജനങ്ങളെ ഞാൻ നയിക്കും എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. ഭഗവാൻ ഈ പറയുന്ന കലിയുഗത്തില് വന്ന് ജനിച്ചിട്ട് അവതരിച്ചിട്ട് ആചാരഹീനരായിട്ടുള്ള ആ ജനങ്ങളെ നയിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. നരസിംഹ പുരാണത്തിൽ പറയുന്നുണ്ട് ഗോപാലം പരിപാലയാൻ വ്രജപുരേ ഹരൻ ദ്വപരേ ഗൗരാംഗ പ്രിയ കീർത്തന കലിയുഗേ ചൈതന്യനാമ ഹരി. ദ്വാപരയുഗത്തിൽ ഗോക്കളെയും ഗോകുലത്തെയും പ്രജവാസികളെയും കാത്തുകൊണ്ടും കലിയുഗത്തിൽ ഗൗരാംഗനായി കൃഷ്ണ ചൈതന്യൻ എന്ന പേരിൽ ലോകരെ രക്ഷിക്കാനായിട്ട് ഞാൻ അവതരിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കൃഷ്ണ ചൈതന്യൻ, സജിസുത, പിന്നെന്താണ് ഗൗരാംഗൻ, ഇങ്ങനെ വളരെ ക്ലിയർ ആണ്. ഒരു സംശയവും ഉണ്ടാകാത്ത രീതിയിലാണ് ഭഗവാനെ കുറിച്ചും ഭഗവാൻ തന്നെ പറയുന്നതുമായിട്ട് ഈ പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇനി മഹാഭാരതത്തില് വിഷ്ണു സഹസ്രനാമം നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് സുവർണവർണ്ണോ ഹേമാങ്ക വരാംഗസ്ചന്ദനാനാം ഗതി സന്യാസകൃശ്ചാമ ശാന്തോനിഷ്ഠ ശാന്തിപരായണ. സ്വർണ്ണ നിറത്തോടും പുഷ്ടിയാർന്ന ശരീരത്തോടും ചന്ദനാദി ഗന്ധത്തോടുകൂടി സന്യാസാശ്രമത്തിൽ വർത്തിക്കുന്നവനും ശാന്തനും ലോകത്തിന് ശാന്തി പ്രദാനം ചെയ്യുന്നവനുമായി ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തില് പറയുന്നത് കൃഷ്ണവർണം കൃഷ്ണം സാങ്കോപാംഗസ്ത്ര പാർഷദം യജ്ഞേർ സങ്കീർത്തനൈ പ്രായേർ യജന്തിഹി സുമേധസ. കലിയുഗത്തിൽ ഞാൻ സദാ തിരുനാമങ്ങൾ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത് അവതാരത്തെ സുബുദ്ധിയുള്ളവർ നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ ആരാധിക്കുന്നു. കൃഷ്ണവർണ്ണമില്ലെങ്കിലും അവിടുന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണനത്രേ. സ്വന്തം സഹചരരും ഭൃത്യന്മാരും അസ്ത്രങ്ങളും പാർഷദന്മാരും അവിടുന്ന് അകമ്പടി സേവിക്കുന്നു എന്ന് എന്താ പറയാ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. ഇനി സ്കന്ദപുരാണം നോക്കിക്കഴിഞ്ഞാല് അതിൽ പറയുന്നത് അന്തർകൃഷ്ണ ബഹിർ ഗൗര സാങ്കോപാംഗസ്ത്ര പാർഷദ സജിഗർഭേ സമാപ്നൂയാം മായാ മനുഷ്യ കർമ്മകൃത്. ഉള്ളിൽ കൃഷ്ണനും പുറമേ ഗൗരാംഗനും സഹചാരികളോട് കൂടിയും പാർഷദന്മാരോട് കൂടിയും ആയുധങ്ങളോട് കൂടിയും സജീഗർഭത്തിൽ ജനിച്ചവനുമായി മായാമനുഷ്യനായി കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. നരസിംഹ പുരാണത്തില് പറയുന്നു അഹമേവ ദ്വിജശ്രേഷ്ഠ ലീലാപ്രശ്ചന്ന വിഗ്രഹ ഭഗവത് ഭക്തി രൂപേണ ലോകം രക്ഷതി സർവദാ. അല്ലയോ ബ്രാഹ്മണോത്തമ, ഞാൻ പ്രച്ഛന്ന വേഷത്തിൽ മായാമനുഷ്യനായി ഭഗവാന്റെ ഭക്തരൂപത്തിൽ അവതരിച്ച് ലോകത്തെ രക്ഷിക്കും എന്ന് നരസിംഹ പുരാണത്തിൽ പറയുന്നു. വായുപുരാണത്തിലാണെങ്കിൽ അഹമേവ കവച്ചിത് ബ്രഹ്മൻ സന്യാസാശ്രമമാശ്രിത ഹരിഭക്തി ഗ്രഹയാമി കലോ പാപഹതന്നരാൻ. അല്ലയോ ബ്രഹ്മൻ, കലിയുഗത്തിൽ പാപികളായ ജനങ്ങളെ ഞാൻ തന്നെ സന്യാസ ആശ്രമത്തിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണ ഭക്തിയാൽ ഉദ്ധരിക്കും എന്ന് പറയുന്നു.
അടുത്തത് എന്താണ്? ഭവിഷ്യപുരാണം. ഈ എന്താ പറയുക, ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുരാണങ്ങളാണ് ഭവിഷ്യപുരാണം. അപ്പോൾ ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്, അനന്തശ്രു കലാരോമ രോമകർഷപൂർണം സർവേ മാമേവ ദ്രക്ഷ്യതി കലോ സന്യാസി രൂപിണ. കലിയുഗത്തിൽ ജനങ്ങളെല്ലാം സന്യാസി രൂപിയായ എന്നെ ഭക്തി ഉളകത്തോടെ ദർശിച്ച് ആരാധിക്കും എന്ന് ഭഗവാൻ നേരിട്ട് പറയുന്നുണ്ട്. ദേവപുരാണത്തിൽ വേറൊരു ശ്ലോകം പറയുന്നുണ്ട്, നാമസിദ്ധാന്ത സംബന്ധി പ്രകാശന പരായണ വിചിത് ശ്രീകൃഷ്ണ ചൈതന്യ നാമലോകെ ഭവിഷ്യതി. ഭക്തനും തിരുനാമ സങ്കീർത്തന പ്രചാരകനും ലോകത്തിനെ വെളിച്ചവുമായി ശ്രീകൃഷ്ണ ചൈതന്യൻ എന്ന പേരോട് കൂടിയവനുമായ ഒരു പുണ്യാത്മാവ് കലിയുഗത്തിൽ അവതരിക്കുമെന്ന് ഭഗവാൻ മഹാപ്രഭുവിനെ കുറിച്ച്, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ദേവപുരാണത്തിൽ പറയുന്നു. പത്മപുരാണത്തില് പറയുന്നു, നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്ന നാമനാമിനെ. തിരുനാമ ചിന്താമണി രത്നം കൈവശമുള്ളവനും പരിപൂർണ ശുദ്ധനും നിത്യമുക്തനും നാമവും നാമിയും ഒന്നായതുമായ ശ്രീകൃഷ്ണ ചൈതന്യൻ അവതരിക്കും. ഇങ്ങനെ ഒത്തിരി, ഇതൊന്നും അല്ല, ധാരാളം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്ന ശ്ലോകങ്ങള് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാം ശരിക്കും ഒരു രീതിയിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മുടെ നിർഭാഗ്യം കൊണ്ട് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഈ അടുത്ത കാലം വരെ അറിയില്ലായിരുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ശ്രീല പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് ലോകമെമ്പാടും ഈ ഇസ്കോൺ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചത് കൊണ്ട് തിരുവനന്തപുരത്തും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരു സെന്റർ വന്നു. അപ്പൊ അതില് നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞു. അവിടെ പോയപ്പോൾ തന്നെ നമുക്ക് കൃഷ്ണനാണ് സുപ്രീം എന്നുള്ള ഒരു ചിന്ത പോലും എന്നെ സംബന്ധിച്ചിടത്തോളം പറയട്ടെ, ഞാൻ എല്ലാ ദേവീ ദേവന്മാരും ഒന്നാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. അപ്പൊ അവിടെ ഇസ്കോണുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് കൃഷ്ണനാണ് പരമദിവ്യോത്തമനായ പുരുഷൻ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഇങ്ങനെ ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാൻ സ്വയം പറയുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ. അത് മാത്രവുമല്ല, മറ്റുള്ള ഒരു ദേവി ദേവന്മാരും തങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ മാത്രമാണ് ഭഗവത്ഗീതയിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ ധർമ്മങ്ങളും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നെ പൂർണ്ണമായും ശരണം പ്രാപിക്കുക, എന്നാൽ നിങ്ങളെ എൻ്റെ എല്ലാ സകല പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകി ഞാൻ ശാശ്വതമായ എൻ്റെ ധാമത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാന്നൊക്കെ ഭഗവാൻ പറയുന്നത് ഒരേ ഒരു ദേവനേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണനാണ് സുപ്രീം എന്നത് പോലും ശരിക്കും എനിക്കറിയില്ലായിരുന്നു. ഒത്തിരി പേർക്ക് മിക്കവാറും ഒത്തിരി പേർക്ക് അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പോൾ അവർക്ക് കൃഷ്ണനാണ് സുപ്രീം എന്ന് അറിയുന്നത് തന്നെ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷം. അവിടെ നിന്നും കൃഷ്ണൻ സുപ്രീം ആണ്, ഭഗവത്ഗീത വായിക്കണം, ഭാഗവതം വായിക്കണം, കലിയുഗത്തിന്റെ ധർമ്മം ഹരേകൃഷ്ണ മഹാമന്ത്ര ജപമാണ്. ഓരോ യുഗത്തിലും ഓരോ യുഗധർമ്മമുണ്ട്. ഹൃദയുഗേധായതോ വിഷ്ണു ത്രേതായാം യജതോമകൈ ദോപരേ പരിചര്യാം കലോത്തധാരിനാമ കീർത്തനം. ഹൃദയുഗത്തില് ധ്യായത വിഷ്ണുവിനെ ധ്യാനിക്കലായിരുന്നു. അന്ന് 50,000 വർഷത്തോളമൊക്കെ മനുഷ്യന് ആയുസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധ്യാന മാർഗമായിരുന്നു സാക്ഷാത്കാരത്തിന് പറഞ്ഞിരുന്നത്. അന്ന് 2 പ്ലാനറ്റുകളിലായിരുന്നു അസുരന്മാരും ദേവന്മാരും ജീവിച്ചിരുന്നത്. ഇപ്പോ ഹിരണ്യാക്ഷനും മറ്റും ഒരു പ്ലാനറ്റില്, എന്താ പറയാ, മറ്റുള്ള ഭക്തന്മാര് മറ്റൊരു പ്ലാനറ്റിൽ. അത് കഴിഞ്ഞിട്ട് ത്രേതായുഗമായി, ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടമായി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അധർമ്മം, അനീതി, അസത്യമെല്ലാം കുറെ കടന്നു വന്നു. ആ യുഗത്തിലായപ്പോഴേക്ക് സത്യയുഗത്തില് വളരെ കുറച്ച് അനീതിയും അസത്യം അധർമ്മം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ത്രേതായുഗം ആയപ്പോഴേക്കും അതൊരു 25% കൂടുതൽ പടർന്നു കഴിഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ ആയുസ് വീണ്ടും കുറഞ്ഞു. 1000, 2000, 3000 ഒക്കെ വർഷമായി. ആ സമയത്ത് അസുരന്മാരും ഒരേ പ്ലാനറ്റില്, ഒരേ ഗ്രഹത്തില് 2 ഭൂഖണ്ഡങ്ങളിലായിട്ട് ജനിച്ചു. അപ്പോൾ രാവണൻ ശ്രീലങ്കയിലും ശ്രീരാമൻ അയോധ്യയിലും. അപ്പോൾ അങ്ങനെ 2 ഭൂഖണ്ഡങ്ങളായിട്ട് ദേവനും അസുരനും വന്നു.
അപ്പോ ആ യുഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന യുഗധർമ്മം എന്ന് പറയുന്നത് ത്രേതാജം യജുതോമകെ, യജ്ഞങ്ങളും യാഗങ്ങളുമായിരുന്നു അന്നത്തെ യുഗധർമ്മം. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, ദ്വാപരയുഗം ആരംഭിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടം. അപ്പോഴേക്കും അതായി ആയുസ് വീണ്ടും ചുരുങ്ങി, വളരെ കുറഞ്ഞു. 200-300 വയസ്സൊക്കെ ആയിരുന്നു അന്നത്തെ മനുഷ്യന്റെ മാക്സിമം ആയുസ്. ആ യുഗത്തില് അസുരന്മാരും ദേവന്മാരും ഒരേ പ്ലാനറ്റിൽ, ഒരേ ഗ്രഹത്തിൽ, ഒരേ ഭൂഖണ്ഡത്തിൽ, ഒരേ കുടുംബത്തിൽ വന്ന് ജനിച്ചു. പാണ്ഡവരും കൗരവരുമായിട്ട്. അന്നത്തെ യുഗധർമ്മം അവരെ പരിചര്യ എന്ന് പറയുമ്പോൾ ഭഗവാനെ സേവിക്കല, അപ്പൊ ആ വിഗ്രഹ ആരാധന. അന്ന് മുതലാണ് ക്ഷേത്രം ഈ ഭൂമിയിൽ വന്നു തുടങ്ങിയത്. അതുവരെ ക്ഷേത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു, ക്ഷേത്രം തന്നെ ഇല്ലായിരുന്നു. കാരണം ജനിക്കുന്നതും വളരുന്നതും എല്ലാം ഈ പറയുന്ന എന്താ പറയല്ലോ ആധ്യാത്മികമായ ചുറ്റുപാടിലാണ്. ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയെ ഗുരുകുലത്തിലയക്കും. ഗുരുകുലത്തില് ഗുരു ആ കുട്ടിക്ക് ആധ്യാത്മികമായ അറിവുകൾ ആണ് പകർന്നു കൊടുക്കുന്നത്. അപ്പോ ഞാനാര്, ഭഗവാൻ ആര്, ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ത്, നമ്മൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, എന്തുകൊണ്ട് ജനിക്കുന്നു, എന്തുകൊണ്ട് മരിക്കുന്നു, എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് സുഖിക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഗുരുകുലങ്ങളിലാണ് ആ കുട്ടികൾ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഈശ്വരനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുകുലത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി അവരുടെ ആധ്യാത്മികമായ അവരുടെ ജീവിതം തന്നെ അതിനു വേണ്ടിയാണ് അക്കാലത്ത് മാറ്റിവെച്ചിരുന്നത്. അല്ലാതെ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് പിന്നെ PG കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നല്ല ജോലി നേടണം, അത് അല്ലെങ്കിൽ വിദേശത്ത് പോകണം, ഫ്ലാറ്റുകൾ മേടിക്കണം, നല്ല BMW കാറ് മേടിക്കണം, മറ്റുള്ളവരെയൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും ആ കാലങ്ങളിലുള്ള മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം ശരിക്കും ഈ പറഞ്ഞ ആധ്യാത്മികമായ ചിന്തകൾ, എങ്ങനെ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാം, ഭഗവാന്റെ അടുത്തേക്ക് പോകാം, അതിനു വേണ്ടിയായിരുന്നു ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം തന്നെ അത് തന്നെ. അതാതോ ബ്രഹ്മജിജ്ഞാസ. വേദാന്ത സൂത്രം തുടങ്ങുന്നത് തന്നെ ഈ ശ്ലോകത്തിലൂടെയാണ്. ഇനി ബ്രഹ്മജിജ്ഞാസയ്ക്കുള്ള സമയമാണ്. ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഞാനാര്, ഈശ്വരൻ ആര്, ഈശ്വരനും ഞാനും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണ് തുടങ്ങിയുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ആണ് ഈ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മജിജ്ഞാസയും ബ്രഹ്മജ്ഞാനവും അതിൻ്റെ ഉള്ള അറിവ് കിട്ടുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി ഒരു ബ്രാഹ്മണനായി തീരുകയാണ്. അല്ലാതെ ജനിച്ച വയറിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ എന്നാണ് ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ തന്നെ പറയുന്നത്. ചാതുർവർണ്ണ്യം മയാസിഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഒരാളുടെ ഗുണവും അയാളുടെ സ്വഭാവവും അയാളുടെ ചെയ്ത പ്രവൃത്തിയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ചാതുർവർണ്ണ്യം, ഈ ജാതി വ്യവസ്ഥ തന്നെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെ ആ കാലഘട്ടത്തിൽ ദ്വാപരയുഗത്തിൽ ക്ഷേത്രാരാധന നിലവിൽ വന്നു. അത് കഴിഞ്ഞിട്ട് 5000 വർഷമായി ഭഗവാൻ ഭൗതിക ലോകത്തെ തൻ്റെ ലീലകളെല്ലാം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ച് പോയി. അങ്ങനെ കലിയുഗം ആരംഭിച്ചു. കലിയുഗം ആരംഭിച്ചപ്പോഴേക്കും മനുഷ്യൻ വളരെ ഈ പറയുന്ന സത്യം, ധർമ്മം, നീതി ഇതൊന്നുമില്ല. എല്ലാം 75% നശിച്ചു. എല്ലാവരും എന്താ പറയുക, ഉത്കണ്ഠ, ടെൻഷൻ, പ്രഷർ, അങ്ങനെ ആർക്കും സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നു. അപ്പോ ഈ യുഗത്തില് ഈ പറയുന്ന മറ്റ് 3 യുഗങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടതായ പരിശുദ്ധമായിട്ടുള്ള ഒരു സാധനവും ഇന്ന് കിട്ടില്ല. നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ നമുക്കറിയാം, പണ്ടത്തെ ഫ്രൂട്ട്സ് കഴിച്ചാൽ മനുഷ്യന് ആയുസ് ഉണ്ട്, വർദ്ധിക്കുമെങ്കിൽ ഇന്നത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ആയുസ് നശിക്കുകയാണ്, പെട്ടെന്ന് മരിക്കും. കാരണം അത്രയും വിഷങ്ങളിലാണ്. നമ്മൾ പല യൂട്യൂബുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, പഴങ്ങളെല്ലാം പറിച്ചിട്ട് എന്താ
എന്താ പറയാ, വിഷങ്ങളിൽ അത് വരാതിരിക്കാൻ ഈ കാർബൺ പോലെയുള്ള സംഭവങ്ങൾ കലക്കി അതിൽ മുക്കി എടുത്തിട്ടൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്. അതുപോലെ വാഴപ്പഴം ആയിക്കോട്ടെ, എല്ലാം അങ്ങനെയാണ്. ഈവൻ കരിക്ക് പോലും തമിഴ്നാട് നിന്നൊക്കെ വരുന്ന കരിക്കുകളിൽ അവർ ഈ തെങ്ങിന്റെ മ്യൂട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ എന്തോ കെമിക്കലൊക്കെ ചേർത്തിട്ട് അത് ആ വേര് വലിച്ചെടുത്ത് ആ തെങ്ങ് വളരെ കൂടുതൽ കായ്ക്കും, കൂടുതൽ വലുതായിട്ട് കായ്ക്കും, കൂടുതൽ എണ്ണം കായ്ക്കും. പക്ഷേ അത് കഴിക്കുമ്പോൾ ക്യാൻസറും അതുപോലെ വർദ്ധിക്കും. കേരളത്തിലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ക്യാൻസർ. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം, കാസർഗോഡ്, മലബാർ മേഖലകളിലാണ് ക്യാൻസർ പടർന്നു പിടിക്കുന്നത്. അപ്പോൾ അത്രയും തോളം ഈ നമ്മുടെ ആഹാരം നമുക്ക് അസുഖങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശുദ്ധമായ പരിശുദ്ധമായിട്ടുള്ള ഒരു സാധനവും ഈ കലിയുഗത്ത് നമുക്ക് കിട്ടില്ല. ശുദ്ധമായ നെയ്യ് കിട്ടില്ല. നമ്മൾ വാങ്ങാൻ പോണ നെയ്യ് പന്നിയുടെ ആണോ പശുവിന്റെ ആണോ, അതോ ഇനി എന്താ പറയാ ഇറച്ചിക്കടയിൽ നിന്ന് കിട്ടുന്ന മൃഗക്കൊഴുപ്പിനെ ഉരുക്കി മിക്സ് ചെയ്തതാണോ എന്ന് ഞാൻ അറിയില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ച ഒരു ഇതില് പല ഹിന്ദു പേരുകളിൽ അറിയപ്പെടുന്ന വിളക്കെണ്ണകൾ, ഈ നല്ലെണ്ണ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എണ്ണകൾ പലതും എന്താ പറയല്, ഈ പറയുന്ന മൃഗക്കൊഴുപ്പുകൾ ഉരുക്കി അതില് സ്മെല്ല് കൊടുക്കുന്ന, നല്ല സ്മെല്ല് കൊടുക്കുന്ന സെന്റൊക്കെ ചേർത്ത് പല പവിത്രം മറ്റതും അങ്ങനെ പല പേരിൽ അത് അവർ ഇറക്കുന്നുണ്ട്. ധാരാളം പേര് വാങ്ങി ഗുരുവായൂർ അമ്പലത്തിൽ വരെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഒഴിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ എന്താ പറയാ പാപം, നമുക്ക് നമ്മുടെ ഉപകാരത്തിന് വരെ ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്കത് അറിയില്ല. പക്ഷെ ഈ ലോകത്ത്, ഈ കാലത്ത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും മലിനമാണ്. അപ്പോ കലിയുഗത്തില് നമുക്ക് എന്താ പറയാ ധ്യാനിക്കാൻ കാടില്ല. കാട്ടിൽ ചെന്നിരുന്നാൽ അറിയാലോ, ഒന്നാമത് ഈ പറഞ്ഞാൽ മൃഗങ്ങളെല്ലാം തന്നെ വയലന്റ് ആയിട്ട് അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാതെ അവരെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ കൊല്ലുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അവിടെ ചെന്ന് കയറിയാൽ തന്നെ അപ്പോഴേ തന്നെ അവര് കൊത്തി മലക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന എന്താ പൊള്യൂഷനാണ്. എല്ലായിടത്തും ഈ പറഞ്ഞ പ്ലാസ്റ്റിക്, അതുപോലെ മരങ്ങൾ പോലും യഥാർത്ഥ കാട്ടിലെ മരങ്ങളെല്ലാം വെട്ടിമുറിച്ചിട്ട് അവിടെ എല്ലാം റബ്ബറെല്ലാം കൊണ്ടുപോയി. ഒരു ഫലവും ഈ പ്രകൃതിക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത റബ്ബർ പോലെയുള്ള മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തിയെ പെരുത്ത്, അല്ലാതെ അവന് ജീവിക്കാൻ വേണ്ടിയില്ല. അവന്റെ ആഗ്രഹത്തിനുള്ളതെല്ലാം ഇവിടെ പ്രകൃതി ധാരാളം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന്റെ അത്യാഗ്രഹത്തിനുള്ളത് പ്രകൃതി കൊടുത്തിട്ടില്ല. അതിനവൻ ഈ പറയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചൂഷണം ചെയ്ത് ആവശ്യമില്ലാത്ത ഈ മരങ്ങളും ഇതെല്ലാം കൊണ്ടുവച്ച് തേയില ഒരു മനുഷ്യന് ആവശ്യമുള്ള സാധനമേ അല്ല. കാരണം നമ്മളെ പൂർവികരൊന്നും തേയിലയോ കാപ്പിയൊന്നും കുഴിച്ച് വളർന്നവരല്ല. ഇതൊക്കെ നമുക്ക് ബ്രിട്ടീഷുകാരെല്ലാം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ്. ഈ തേയില എന്നൊക്കെ അതൊരു ഒരു തരം എന്താ പറയാ മദ്യം മയക്ക് വരുന്ന അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു ഭാഗമായിട്ട് മാറും. കാരണം അതിലുള്ള ആ ലഹരിയാണ് നമ്മൾ ആ ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം, ഒരു ഉണർവ് ഒക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു, മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു. ഈ സമയത്ത് നമുക്ക് കാട്ടിൽ ചെന്നിരുന്ന് തപസ് ചെയ്യാനോ ധ്യാനിക്കാനോ ഒന്നും പറ്റില്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിനകത്തിരുന്നാൽ പോലും നമ്മുടെ മനസ്സൊന്നും ശാന്തമല്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഒരു സെക്കൻഡ് പോലും മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഭഗവത്ഗീത ഉപദേശിക്കുന്ന കാലഘട്ടത്തിൽ പോലും അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, ഈ ഈ ഈ കാറ്റിനെ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് പറ്റും, പക്ഷെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് ഇത് അഭ്യാസം കൊണ്ട് സാധിക്കും, എങ്കിലും ശരിക്കും അതിനേക്കാൾ നല്ലത് ഈ പറയുന്ന ഭക്തി പ്രാക്ടീസ് ചെയ്യാണെന്ന് ഭഗവാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ഓരോ യുഗത്തിലും ഓരോ യുഗധർമ്മമാണ്. അപ്പൊ അങ്ങനെ കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള യുഗധർമ്മം എന്ന് പറയുന്നത് ഹരിനാമ സങ്കീർത്തനമാണ്, ഭഗവാന്റെ നാമജപമാണ്. കലിയുഗത്തില് പറഞ്ഞിട്ടുള്ള നാമത്തിന് ഇന്നലെ എടുത്ത പ്രഭു പറഞ്ഞു ശ്രീരാമന്റെ കഥ. അതില് രാമന് പോലും രാമന്റെ പേരെഴുതിയ കല്ലുകൾ സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ശ്രീരാമൻ ആ പേരെഴുതാതെ ഇട്ട കല്ല് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയത്. അപ്പോൾ നാമത്തിന് ശ്രീരാമനേക്കാളും പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ശാസ്ത്രം. അപ്പൊ അത്ര നാമജപത്തിന് നമുക്ക് അത്രയും പ്രാധാന്യം, നാമം ജപിക്കുന്നിടത്ത് ഭഗവാൻ ഉണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഭഗവാൻ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനാണ് നാമരൂപേണ കൃഷ്ണാവതാരം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ നാമരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നാമം ജപിക്കും, വളരെ ശ്രദ്ധയോടുകൂടി ജപിക്കണം. എന്തെങ്കിലും എന്താ പറയാ ആരെങ്കിലുമായിട്ട് സംസാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ ഒക്കെ ജപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ബോധത്തിൽ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്
കഴിയുന്നതും ജപിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് നാമം ജപമല്ലാത്ത രീതിയിൽ പറയാം, അങ്ങനെ പാട്ടുകൾ പോലെ. ഇപ്പം വ്യത്യസ്തങ്ങളായ രാഗങ്ങളിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇറക്കിയിട്ടുണ്ട്, പല പാട്ടുകൾ പോലെ. അങ്ങനെയൊക്കെ നമുക്ക് അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ അങ്ങനെ പാടാം, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ സമയത്ത് പാടാം. എന്ത് ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും ഒക്കെ, ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെ ഭഗവാന്റെ നാമം പാട്ടുരൂപത്തിൽ പാടാം. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷെ ജപം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. അങ്ങനെ കലിയുഗത്തിന്റെ യുഗധർമ്മം എന്ന് പറയുന്നത് ഹരിനാമ സങ്കീർത്തനമാണ്. അപ്പൊ ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഈ കേരളത്തില് ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ അദ്ദേഹം വന്നിട്ട് അവിടെ പത്മതീർത്ഥത്തില് കുളിച്ച്, അവിടുത്തെ തൊട്ട് അരികിലുള്ള എന്താ പറയാ, അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു, ഇന്ന് കാണുന്ന അഭേദാശ്രമം. ആ അഭേദാശ്രമത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ആൽമരച്ചൂട്ടിൽ അദ്ദേഹം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് ഭഗവാന്റെ ദർശനം എടുത്തു. അവിടെ നിന്ന് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് വർക്കലേക്ക് പോകുന്നത്. അപ്പോ ശരിക്കും കേരളത്തില് ചൈതന്യ മഹാപ്രഭു വന്നത് 1510 ആണ്, 15ാം നൂറ്റാണ്ടില് 1510 അങ്ങനെ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ നിന്നും ദക്ഷിണ ഭാരതത്തിലേക്ക് നടത്തിയ ഭാരതയാത്രയിൽ ചൈതന്യ മഹാപ്രഭു കേരളവും സന്ദർശിക്കുകയുണ്ടായി. അതിലെ മധ്യലീല 9ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നത്. ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം തിരുവട്ടാർ ആദികേശ്വര ക്ഷേത്രത്തില് അവിടെ എത്തുന്നു. അവിടെ നിന്ന് ബ്രഹ്മസംഹിതയുടെ ഒരധ്യായം അവിടെ നിന്ന് കണ്ടെടുക്കുകയും അത് പകർത്തി എടുത്തിട്ട് അത് അവിടെ വെച്ചിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അവിടെ നിന്നാണ് അദ്ദേഹം നേരെ അനന്ത പത്മനാഭ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന പത്മനാഭ തിരുവനന്തപുരത്ത് എത്തുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഇവിടെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി 2-3 ദിവസം ഇവിടെ കഴിഞ്ഞു. അപ്പോ പിന്നെ എന്താ പറയാ, അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ അദ്ദേഹം പയസ്വിനി നദി തീരത്തുള്ള ശങ്കരനാരായണ ക്ഷേത്രം സന്ദർശിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചാംതാപുര എന്ന് പറഞ്ഞ ചെങ്ങന്നൂരിൽ ആണ് ആ ചാംതാപുര എന്ന് പറയുന്നത്. പിന്നെ ചേരതല എന്ന് പറഞ്ഞാൽ ചേർത്തല, പിന്നെ മല്ലാരദേശം, മലബാർ ഭാഗത്ത്, പിന്നെ മാത്സ്യതീർത്ഥം, മാഹി, അവിടങ്ങളിലൊക്കെ ഉള്ള പുണ്യക്ഷേത്രങ്ങളെല്ലാം ദർശനം നടത്തി തുടർന്ന് അദ്ദേഹം തെക്കൻ കർണാടകത്തിലെ ഉടുപ്പി ക്ഷേത്രത്തിലെത്തി. അവിടെ അദ്ദേഹം ഭഗവാനെ ദർശനമെടുത്തു. അങ്ങനെ ശരിക്കും ചൈതന്യ മഹാപ്രഭു സന്ദർശിച്ച സ്ഥലങ്ങളൊക്കെ കുറിച്ച് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആയിരുന്ന ദാമോദര ഗോസ്വാമി, സ്വരൂപ ദാമോദര ഗോസ്വാമിയുടെ ഡയറി, അദ്ദേഹം എഴുതിയ ഡയറി, ഇന്ന് അത് ഡയറി എന്ന് പറയും, അന്ന് അദ്ദേഹം എഴുതിയ ആ എഴുത്തോലകളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങളാണ് പിൽക്കാലത്ത് രഘുനാഥ ഗോസ്വാമിയുടെ സഹായത്തോടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയിൽ കിട്ടുകയും അത് അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിന്റെ 90ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ശ്രീ ചൈതന്യ ചരിതാമൃതം ഗ്രന്ഥരൂപത്തിൽ എഴുതുന്നത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ തന്റെ കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ വളരെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹം അത് ആ വൃന്ദാവനത്തിലുള്ള പ്രജവാസികളുടെ നിരന്തരമായ സ്നേഹാഭ്യർത്ഥനകളും പിന്നെ രഘുനാഥ ഗോസ്വാമിയുടെ, സനാതന ഗോസ്വാമി, ജീവഗോസ്വാമിയുടെ ഒക്കെ നിർബന്ധം കാരണം അദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതം എന്ന ഈ ഗ്രന്ഥം എഴുതുകയും അവിടെ തന്നെ രാധാകുണ്ഡത്തിലിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ശ്രീ ചൈതന്യ ചരിതാമൃതം കിട്ടി. അപ്പോ ഇന്നിപ്പോ നമുക്ക് പറയാനുള്ള സമയം ഉണ്ടോ എന്നറിയില്ല. ഹരേ കൃഷ്ണ. കഥാമൃത പ്രഭു, ഹരേ കൃഷ്ണ. പ്രഭു വളരെ സന്തോഷം, വളരെ നന്ദി. സമയമായോ? താങ്ക് യു പ്രഭുജി. മതി പ്രഭുജി, ഓക്കെ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. വളരെ നല്ല ക്ലാസ്, വളരെ നന്നായിരുന്നു. ശാസ്ത്രങ്ങളെല്ലാം നന്നായി കോട്ട് ചെയ്ത് ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് സമർപ്പിച്ചിട്ടുണ്ട് പ്രഭു. വളരെ വളരെ സന്തോഷം. കൃഷ്ണ ഭഗവാന്റെയും ഗുരുവിന്റെയും ഭക്തന്മാരുടെയും നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് എനിക്കിത് പറ്റിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്തൊരു വിറയലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും താഴ്മയോടുകൂടി പറയുന്നു, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഹരേ കൃഷ്ണ. എന്താ
പ്രഭുവിന്റെ ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യത്തെ ക്ലാസ് അല്ലേ? ആദ്യത്തെ ക്ലാസ് ആണ്. സന്തോഷം പ്രഭു, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, വളരെ വളരെ നന്ദി. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കോളൂ, എനിക്ക് അറിയാമെന്നുള്ളതാണെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ചൈതന്യ ചരിതാമൃതത്തില് ഡൗട്ട് ഒന്നും ചോദിക്കുന്ന ലെവലിലേക്ക് ഭക്തന്മാര് എത്തിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ സന്തോഷം പ്രഭു, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.